Welcome to Triple Profit Analytics Weekly Market View dated 13th April. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 17th മുതൽ 19th വരെയുള്ള ഏപ്രിലുള്ള വീക്കിനെയാണ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്യുന്നത്. പക്ഷേ അടുത്ത വീക്കിൽ 17th മഹാവീർ ജയന്തിയും അതുപോലെ 19th ഗുഡ് ഫ്രൈഡേയും വരുന്നതുകൊണ്ട് 3 ദിവസം മാത്രമാണ് നമുക്ക് വർക്കിംഗ് ഡേയ്സ് ആയിട്ടുള്ളത്. അതുപോലെ മൺഡേ വിഷു ആണ്, അതുകൊണ്ട് കേരളത്തിൽ ഓൾമോസ്റ്റ് ഒരു ഹോളിഡേ മൂഡിലായിരിക്കും. അപ്പോൾ ആക്ച്വലി നെക്സ്റ്റ് വീക്ക് കാര്യമായിട്ടുള്ള ഒരു ഇവൻറ്റ്സ് ഇല്ലാത്തൊരു വീക്ക് തന്നെ ആയിരിക്കും. മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടു ഒരു ഓൾമോസ്റ്റ് ഒരു 7 വീക്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റാലി ആയിരുന്നു. നമുക്കറിയാം നമ്മളെന്നും അനലൈസ് ചെയ്യാറുള്ളതാണ് 10,585 നിന്നുള്ള നിഫ്റ്റിയുടെ റാലി 11,761 ഒരു പുതിയ ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഹൈ ലെവൽസ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഒരു ഡോജി കാൻഡിലൊക്കെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ കണ്ടപ്പോൾ ഒരു കറക്ഷനും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ മാർക്കറ്റ് ഇപ്പോഴുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ ഉള്ളതുകൊണ്ട് മാർക്കറ്റ് ഇപ്പോഴും ഹൈ ലെവൽസിൽ ക്ലോസ് ചെയ്യുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 7 വീക്സിൽ ആദ്യമായിട്ട് മാർക്കറ്റ് കഴിഞ്ഞ വീക്കിലാണ് ഒരു 22 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും മാർക്കറ്റിന് പക്ഷേ ഒരു ഷാർപ്പൊരു കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിരുന്നു അങ്ങനെയുള്ളൊരു ഡിമാൻഡ് സോണിൽ നിന്ന്. പക്ഷേ ആ ഒരു ഷാർപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ കറക്ഷൻ ഉണ്ടായെങ്കിലും വീണ്ടും അതേ സ്പീഡിൽ തന്നെ റീബൗണ്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് പ്രധാനമായിട്ടും നോർമൽ ഒരു മാർക്കറ്റ് കണ്ടീഷൻസ് ആയിരുന്നുവെങ്കിൽ ആ ഒരു കറക്ഷൻസ് 11,300 ലെവലിലേക്കുള്ള ഒരു കറക്ഷൻ നോർമലി വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഈ ഇപ്പോഴത്തെ ഇവിടെ നടക്കുന്ന ഇലക്ഷൻസിൻ്റെ അതിനൊരു റിസൾട്ടും അതിൽ വരുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് വരുമെന്നുള്ള ആൻറ്റിസിപ്പേഷനിലാണ് ഫോറിൻ ഫണ്ട് ഫ്ലോ വരുന്നത്. ആ വരുന്ന ഫണ്ട് വളരെ നല്ല സ്റ്റോക്കുകളിലേക്ക് എസ്പെഷ്യലി നിഫ്റ്റിയിലും ഒക്കെ ഉള്ള മേജറായിട്ടുള്ള മാർക്കറ്റ് ക്യാപ്സ് ഉള്ള സ്റ്റോക്കുകളിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്റ്റോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ബൈയിങ്ങും അതുപോലെ തന്നെ അതിലുള്ള മൂവ്മെൻറ്റ്സും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി കാണേണ്ടത് മാർക്കറ്റിൻ്റെ ഈ ഒരു കൺസോളിഡേഷൻ ഫേസ് പിന്നെ നെക്സ്റ്റ് വീക്ക് എന്തായാലും ഒരു കൺസോളിഡേഷൻ ഫേസിൽ തന്നെയായിരിക്കും. നമുക്ക് കഴിഞ്ഞ വീക്കിലൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോക്സിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നെങ്കിലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ വളരെ നല്ല ട്രേഡ്സ് ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യുന്ന നമ്മളിപ്പോൾ നിഫ്റ്റിയിലെല്ലാം പലപ്പോഴും ട്രേഡ് ചെയ്യുന്നത് നമ്മളൊരു 10:30ക്കും 11:30ക്കും ഇടയിലൊക്കെയാണ് നമ്മൾ നോർമലി മാർക്കറ്റ് സെറ്റിൽ ചെയ്തതിന് ശേഷം പൊസിഷൻസ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ സമയത്ത് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് ഒരു 50 പോയിൻറ്റ്സ് ഒക്കെ മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ആ സമയത്ത് അല്ല ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ നിഫ്റ്റിയിലൊക്കെ നമ്മൾ പൊസിഷൻസ് എടുക്കുന്നത് ഇപ്പോൾ 12:30 സമയത്താണ്. കാരണം അപ്പോഴാണ് നമുക്ക് മാർക്കറ്റിന് ഒരു കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് നമുക്ക് ഫോളോ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മളിപ്പോഴും നിഫ്റ്റിയിൽ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഓപ്ഷൻസിലും അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്നത് ഒരു ട്രേഡാണ് നോർമൽ ഒരു ദിവസം ചെയ്യുന്നത്. അത് വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനും നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒരു കൺസോളിഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. അവിടെ നമ്മൾ കുറേ കൂടി കെയർഫുള്ളായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്ന മാർക്കറ്റിലാണ് ട്രേഡേഴ്സിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അവിടെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ട്രേഡ് ചെയ്യണം. നമുക്ക് മുമ്പ് നമ്മളൊരു ബുള്ളിഷ് മാർക്കറ്റിൽ കഴിഞ്ഞു ഇതിൽ 1000 പോയിൻറ്റ്സോളമുള്ള റാലിയിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്തിരുന്ന അത്രയും ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാതെ കുറേ കൂടെ കെയർഫുള്ളായിട്ട് അതും നമുക്ക് വളരെയധികം സമയം ഓപ്പണായിട്ട് നിൽക്കാതെ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും ഒക്കെയുള്ള കുറച്ചുകൂടെ കെയർഫുള്ളായിട്ടുള്ള ഒരു രീതിയിൽ വേണം നമ്മളിനി ഇപ്പോഴത്തെ ഈ മാർക്കറ്റ് കണ്ടീഷനിൽ ട്രേഡ് ചെയ്യാനായിട്ട്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഈ വളരെ ഒരു വീക്കിൽ എസ്പെഷ്യലി ഇത്രയധികം ഹോളിഡേയ്സ് വരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അവരുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരിക്കും. എസ്പെഷ്യലി ഈസ്റ്റർ മുന്നോടിയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ എല്ലാ മേജറായിട്ട് ഒഫീഷ്യൽസ് എല്ലാം ലീവിലൊക്കെ പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വോള്യൂം വളരെ കുറവായിരിക്കും നെക്സ്റ്റ് വീക്കിൽ. അതുകൊണ്ട് ട്രേഡേഴ്സും വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരു വീക്കാണ് നെക്സ്റ്റ് വീക്കിൽ വരുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ ഇപ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്നതും അതുപോലെ തന്നെ Q4 റിസൾട്ട്സ് വരുന്നതും ആണ് ഇനി മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നെക്സ്റ്റ് ഡേയ്സിൽ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. നമ്മൾക്ക് കഴിഞ്ഞ ഫ്രൈഡേയിൽ മാർക്കറ്റ് അവേഴ്സിന് ശേഷം TCSഉം ഇൻഫോസിസും റിസൾട്ട് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. 2 റിസൾട്ട്സും വളരെ നല്ല റിസൾട്ട്സാണ് 2 കമ്പനീസും ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് ഈ 2 കമ്പനീസിൻ്റെ റിസൾട്ടും ആ റിസൾട്ട് എങ്ങനെയാണ് നെക്സ്റ്റ് വീക്കിൽ ഈ സ്റ്റോക്കുകളെ എങ്ങനെയാണ് ഈ
റിസൾട്ട് മൂലമുള്ള ഇമ്പാക്റ്റ് എന്തായിരിക്കുമെന്നും നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് TCS എടുക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് TCSൻ്റെ ചാർട്ടാണ്. TCS കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 2014 എന്നുള്ള ലെവലിലാണ് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. TCS റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ നല്ലൊരു റിസൾട്ട് തന്നെയാണ്. 17.17% കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റുള്ള റൈസ് ആണ് TCS റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8,126 crores നെറ്റ് പ്രോഫിറ്റിൽ ആണ് Q4 മാർച്ച് ക്വാർട്ടറിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂ 18.5% ഉയർന്ന് 38,010 crores ഒരു റവന്യൂ ഗ്രോത്തും കമ്പനിക്ക് ഡിക്ലെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ റവന്യൂ ഗ്രോത്ത് കഴിഞ്ഞ 15 quartersലെ ഏറ്റവും നല്ലൊരു റവന്യൂ ഗ്രോത്താണ് TCS ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ TCSൻ്റെ റിസൾട്ടിനെ നമുക്ക് വളരെ വളരെ നല്ലൊരു റിസൾട്ട് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണണം. അതുപോലെ കഴിഞ്ഞ 12 months പീരിയഡിൻ്റെ ഈ ക്വാർട്ടർ റിസൾട്ട്സിനൊപ്പം തന്നെ കഴിഞ്ഞ 12 monthsൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 31,472 crores പ്രോഫിറ്റാണ് കഴിഞ്ഞ വർഷത്തിൽ TCS ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 21.9% ഗ്രോത്താണ് റവന്യൂ ടേംസിൽ TCSന് ഡിക്ലെയർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഈ ഒരു നല്ല റിസൾട്ട് എങ്ങനെയാണ് TCSൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ നെക്സ്റ്റ് വീക്കിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരിക എന്ന് നോക്കാം. 2014 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ്, അപ്വേർഡ് മൂവ്മെൻറ്റ് തന്നെയാണ് ഞാൻ TCSൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2198 ലെവലിലുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ TCSന് നമുക്ക് അടുത്ത വീക്കിൽ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നൊരു ടാർഗറ്റ് 2231 എന്നുള്ള ലെവലിലേക്ക് TCS മൂവ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എന്തായാലും താഴെ ലെവലിൽ ഒരു ഷാർപ്പ് സെൽ ഓഫിലും TCSനോട് സപ്പോർട്ട് ലഭിക്കുക 1881 എന്നുള്ളൊരു ലെവലിലായിരിക്കും. അടുത്തായി നമുക്ക് ഇൻഫോസിസിൻ്റെ റിസൾട്ട് നോക്കാം. ഇൻഫോസിസിൻ്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് 4,078 crores നെറ്റ് പ്രോഫിറ്റാണ് ഇൻഫോസിസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 10.5% ഗ്രോത്താണ്. നമുക്ക് തൊട്ട് മുമ്പുള്ള 3,690 crores റിസൾട്ടായിട്ട് നോക്കുമ്പോൾ 10.5% പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റവന്യൂ 19.1% ആണ് ഈ ക്വാർട്ടറിലെ ഗ്രോത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ റവന്യൂ നല്ല രീതിയിൽ തന്നെ ഇൻഫോസിസിൻ്റെ ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷേ ഇൻഫോസിസിൻ്റെ ഈ റവന്യൂ ഗൈഡൻസ് 7.5 to 9.5% റവന്യൂ ഗൈഡൻസ് ആണ് കോൺസ്റ്റൻറ്റ് കറൻസിയിൽ 2020 കോൺസ്റ്റൻറ്റ് കറൻസി ടൈംസിലുള്ളൊരു റവന്യൂ ഗൈഡൻസ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു റവന്യൂ ഗൈഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതുപോലെ അവർ മാർജിൻ എക്സ്പെക്റ്റേഷനും കുറച്ച് 21 to 23% മാർജിൻ എക്സ്പെക്റ്റേഷനുമാണ് അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതൊരു പക്ഷേ സ്റ്റോക്കിന് ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം ഇൻഫോസിസിൻ്റെ ഷെയർ പ്രൈസിൽ പക്ഷേ നമ്മളൊരു കറക്ഷനാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 747 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻഫോസിസ് അവിടെ നിന്നും ഈ ഒരു ലോവർ ദാൻ എക്സ്പെക്റ്റഡ് ഗൈഡൻസ് മൂലം ഒരു കറക്ഷൻ ഉണ്ടാകുമ്പോൾ ഇൻഫോസിസിൻ്റെ സപ്പോർട്ട് ലഭിക്കുക 690 ലെവലിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചാർട്ടിൽ കാണാം ഒരു 690 ലെവൽ വരെയുള്ള ഒരു കറക്ഷൻ ഇൻഫോസിസിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വന്ന മേജറായിട്ടുള്ള 2 IT മേജേഴ്സിൻ്റെ റിസൾട്ടിൽ TCSന് ഒരു വളരെ നല്ല റിസൾട്ടും അതോടുകൂടി തന്നെ ഒരു പ്രൈസിലൊരു അപ്വേർഡ് മൂവ്മെൻറ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം ഇൻഫോസിസ് നല്ല റിസൾട്ടാണ് ഡിക്ലെയർ ചെയ്തത് എങ്കിലും അവരുടെ റവന്യൂ ഗൈഡൻസ് മോശമായതുകൊണ്ട് ഒരു കറക്ഷൻ ഇൻഫോസിസിൽ എക്സ്പെക്റ്റ് ചെയ്യാം. കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ടിൽ അല്ലെങ്കിൽ ഒരു ടാർഗറ്റായിട്ട് നമുക്ക് ലഭിക്കുക 690 ലെവലിലായിരിക്കും. എന്തായാലും ഇതാണ് നമ്മുടെ ഈ 2 മേജറായിട്ടുള്ള റിസൾട്ട് വന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ അനാലിസിസ്. അടുത്ത ദിവസങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട റിസൾട്ട്സ് നമുക്ക് വീണ്ടും റിവ്യൂ ചെയ്യാവുന്നതാണ്. ഓരോ കമ്പനീസിൻ്റെയും ഷോർട്ട് ടൈമിലുള്ള ഈ റിസൾട്ട്സ് ആണ് പലപ്പോഴും നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഓരോ സ്റ്റോക്കുകളുടെയും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രധാന ഫാക്ടർ ആയിരിക്കുക. അതുപോലെ നമുക്ക് കഴിഞ്ഞ ദിവസം IIP ഡാറ്റ ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ ഡാറ്റ വന്നിരിക്കുന്നത് 0.1%
ഗ്രോത്ത് മാത്രമാണ് ഫെബ്രുവരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ജനുവരിയിലേത് 1.7% ആയിരുന്നു. അപ്പോൾ IIP ഡാറ്റ തീർച്ചയായിട്ടും ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു ഫിഗർ തന്നെയാണ്. അതുപോലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ട്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത് 2.86% ആണ് മാർച്ചിൽ വന്നിരിക്കുന്നത്. അത് ഫെബ്രുവരിയിൽ 2.57% ആയിരുന്നു. അപ്പോൾ IIP ഡാറ്റ മോശമായതും അതുപോലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കൂടിയതും ഇത് രണ്ടും മാർക്കറ്റിന് ഒരു നെഗറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് അടുത്ത വീക്കിൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ റുപ്പി മൂവ്മെൻറ്റ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ടും റുപ്പി വീക്ക് ആകുകയായിരുന്നെങ്കിൽ പക്ഷേ ഈ ആഴ്ചയിൽ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്ത് 69.17 ഡോളറിന് അഗൻസ്റ്റ് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റുപ്പിയുടെ മൂവ്മെൻറ്റ് മാർക്കറ്റിന് ഫേവറബിൾ ആണ്. അതുപോലെ നമുക്ക് ഓപ്ഷൻ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ഫ്രണ്ടിലുള്ള ഒരു അനാലിസിസിലും മാക്സിമം പുട്ട് ഓപ്ഷൻ വരുന്നത് 11,000-ലും അതുപോലെ കോൾ ഓപ്ഷൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റും കൂടുതൽ വരുന്നത് 12,000-ലുമാണ്. എന്തായാലും ഈ ഒരു ഓപ്ഷൻ്റെ പൊസിഷൻസ് ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് നമുക്ക് അടുത്ത വീക്കിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ട്രേഡിംഗ് റേഞ്ച് 11,550 അതുപോലെ 11,750 ലെവലിലായിരിക്കും മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് വീക്കിൽ ഉള്ള ഒരു ഓപ്ഷൻ അനാലിസിസ് എന്നുള്ളൊരു നമുക്കൊരു ഫിക്സ് ചെയ്യാവുന്ന ഒരു ട്രേഡിംഗ് ബാൻഡ്. അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം 10,585 എന്നുള്ള റാലിയിൽ 7 വീക്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് തന്നെയായിരുന്നു നിഫ്റ്റിയിൽ. പക്ഷേ കഴിഞ്ഞ വീക്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഡോജി പാറ്റേൺ നിഫ്റ്റി സെറ്റ് ചെയ്യുന്നതും ഒരു കറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും നമ്മൾ കഴിഞ്ഞ വീക്കിൽ അത് സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ വീക്കിലും മാർക്കറ്റിന് അവിടെ തന്നെയൊക്കെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ഒരു ലോസോടുകൂടി അല്ല, ജസ്റ്റ് 22 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 11,643 മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഓൾമോസ്റ്റ് ഒരു 1,000 പോയിന്റിലധികം ഉള്ള ഒരു ഹാർഡായിട്ടുള്ള ഒരു റാലി തന്നെയാണ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് അതിൻ്റെ ഒരു എക്സോഷൻ ഉണ്ടാവും. അവിടെ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് ഒക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഈവൻറ്റ് നമ്മുടെ ഈ മാർക്കറ്റിന് പുറകിലുണ്ട് എന്നുള്ളൊരു കാര്യം, അതിനോടനുബന്ധിച്ച് മാർക്കറ്റിലുണ്ടാകുന്ന ഫണ്ട് ഫ്ലോയും കാര്യങ്ങൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷന് ചിലപ്പോൾ ഒരു കാര്യമായിട്ടുള്ളൊരു സ്പൈക്ക് ഇവിടെ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ നോർമലുള്ള ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കറക്ഷൻ ടൈമും ആയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടെക്നിക്കൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 11,300 ലെവലിലേക്കുള്ളൊരു കറക്ഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഇവൻറ്റ് ഇങ്ങനെ മാർക്കറ്റിൻ്റെ ഒരു ഫണ്ട് ഫ്ലോ കൂടുതൽ വരികയാണെങ്കിൽ ഷാർപ്പായിട്ടുള്ള അടുത്ത ഈ ഹയർ 11,761 വളരെ അടുത്ത് തന്നെയാണല്ലേ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറേയധികം ഷോർട്ട് പൊസിഷൻസ് എല്ലാം അതോടൊപ്പം തന്നെ കവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്തൊരു 12,000 ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുക. അപ്പോൾ എപ്പോഴും അതുകൊണ്ട് തന്നെ നമ്മളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. എപ്പോഴും ഷോർട്ട് പൊസിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹൈ ലെവലിൽ 11,761 എന്നുള്ള ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നത് കുറേയധികം റിസ്ക്കി ആയിരിക്കും. അതുകൊണ്ട് ഷോർട്ട് പൊസിഷൻസ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഹോൾഡ് ചെയ്യണം. ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോട് കൂടി ചിലപ്പോൾ അടുത്തൊരു ഹൈ ലെവലിലേക്ക് വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ മാർക്കറ്റിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. കാരണം നോർമൽ സിറ്റുവേഷൻ അല്ല, ഒരു ഈവൻറ്റ് നടക്കുകയാണ്. അപ്പോൾ അതിനോട് റിയാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഷാർപ്പായുള്ള റാലി ഉണ്ടാവുകയാണെങ്കിൽ ഷോർട്ട് പൊസിഷൻസ് ചെയ്യുന്ന ഒരു പക്ഷേ ട്രാപ്ഡ് ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടുള്ള പൊസിഷൻസ് ഷോർട്ട് പൊസിഷൻസ് കീപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നോർമലി ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെ കുറവ് ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് അടുത്ത ചാർട്ട് നമുക്ക് നിഫ്റ്റിയുടെ ഒരു സപ്ലൈ സോൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നതാണ്. ആ സപ്ലൈ സോൺ നമുക്ക് നോർമലി ആ സപ്ലൈ സോണിൽ 11,515 എന്നുള്ളതാണ് സപ്ലൈ സോണിൻ്റെ എൻട്രി പോയിന്റ്. ആ പോയിന്റിൽ എൻട്രി ചെയ്തപ്പോൾ നമുക്ക് കാണാൻ ഒരു ഷാർപ്പായിട്ടുള്ള കറക്ഷൻ കണ്ടു. നമുക്ക് ആ ഒരു റെഡ് ക്യാൻഡിൽ അവിടെ നിന്ന് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ വീണ്ടും ആ ലെവലിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 3-4-5 ഡേയ്സോളം നമുക്ക് ആ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുകയും അതിനുശേഷമാണ് ഹൈ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ 11,760 എന്നുള്ള സപ്ലൈ
സപ്ലൈ സോണിൻ്റെ അപ്പർ സൈഡിൽ വന്നതിന് ശേഷം ആണ് ആ ഒരു പോയിന്റ് മുന്നോട്ട് പോയി ഒരു ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് ചെയ്ത് ഡിമാൻഡ് സപ്ലൈ സോണിന് താഴേക്ക് പോകുന്നില്ല, വീണ്ടും അവിടെ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. ആ സോണിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു നോർമലി ഉള്ള ഒരു സെല്ലിംഗ് പ്രഷർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടെങ്കിൽ മാർക്കറ്റ് വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് താഴേക്ക് വരേണ്ടതാണ്. അപ്പോൾ അത് വരുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് വേണം ഷോർട്ട് പൊസിഷൻസ് ഹൈ ലെവൽസിൽ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഈ ഒരു ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 11,761 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ വളരെ ഷാർപ്പായിട്ടൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കുറേയധികം നല്ല സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഏപ്രിൽ മാസത്തിന് ഈ ഒരു അടുത്ത വീക്ക് കഴിഞ്ഞ് പിന്നത്തെ വീക്ക് ആകുമ്പോഴത്തേനും മാർക്കറ്റിൽ കുറേയധികം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ്, നല്ല സ്റ്റോക്കുകൾ അങ്ങനെ ലഭിക്കാനുള്ള അവസരം നമുക്കുണ്ടാകും. അപ്പോൾ നമുക്ക് ഡിമാൻഡ് സപ്ലൈ സോണിലുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കൃത്യമായിട്ട് കണ്ടു. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് നിഫ്റ്റിയുടെ ഒരു സ്വിംഗ് ചാർട്ടാണ്. നമുക്ക് നോക്കൂ, നമ്മുടെ മാർക്കറ്റിൽ ഒരു 10,500 അതുപോലെ 11,000 ലെവലിൽ മാർക്കറ്റ് കുറേ സമയം അങ്ങനെ ട്രേഡ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയതല്ലേ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ വർഷം കണ്ട ഒരു 11,171 ഒരു ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം 2018 ഷാർപ്പായിട്ടുള്ള ഒരു 9,951 എന്നുള്ളൊരു ലോയിലേക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം മോർ ദാൻ 1,000 പോയിൻറ്റ്സിൻ്റെ ഒരു കറക്ഷൻ ആയിരുന്നു. അതിനുശേഷം 9,951 നിന്നും മാർക്കറ്റ് വീണ്ടും ആ ഒരു റാലി നടത്തിയത് ഹൈ ആയിരുന്ന ലൈഫ് ടൈം ഹൈ ആയിരുന്ന 11,171 മുകളിലേക്ക് പോയി 11,760 എന്നുള്ളൊരു പുതിയൊരു ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീടുള്ള കറക്ഷൻ നമുക്ക് 10,004 അതായത് 1,760 പോയിൻറ്റ്സിൽ ഓളമുള്ളൊരു കറക്ഷനാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത് അല്ലേ. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ഈ റാലി വീണ്ടും 11,761 വന്നിരിക്കുന്നത്. അവിടെയാണ് ഈ സ്വിംഗ് പോയിൻറ്റ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മൾ ആ 11,760 എന്നുള്ള പ്രീവിയസ് ഹൈയിൽ തന്നെ വന്നതിന് ശേഷം മാർക്കറ്റ് ഇപ്പോൾ കറക്റ്റ് ചെയ്യുന്നത് വരുന്നത് കണ്ടോ. അപ്പോൾ ആ ഒരു സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിൻ്റെ ഇങ്ങനെയുള്ള ഓരോ മൂവ്മെൻറ്റ്സിലും അതിൻ്റെ ഒരു റിവേഴ്സൽ പോയിൻറ്റ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. നമുക്ക് ആ ഒരു ചാർട്ടിൽ കൃത്യമായിട്ട് കാണാം. അതിന് മുമ്പുള്ള ആ ഒരു സപ്പോർട്ട് ലെവൽ 9,951 ആയിരുന്നെങ്കിൽ അടുത്ത സപ്പോർട്ട് ലെവൽ ഓൾമോസ്റ്റ് അതിന് വളരെ അടുത്ത് 10,004 വന്നതിന് ശേഷമാണ് മാർക്കറ്റ് ആ റീബൗണ്ട് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ 11,760 അടുത്ത പ്രീവിയസ് ഹൈ ആയിരുന്നു. ഇപ്പോൾ 11,761 എന്നൊരു പുതിയ ഹൈ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നോർമൽ കണ്ടീഷൻസ് ആണെങ്കിൽ കറക്റ്റ് ചെയ്യാണ് വേണ്ടത് മാർക്കറ്റ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പെക്യുലർ സിറ്റുവേഷൻ കാരണം ഒരുപക്ഷെ അടുത്തൊരു പുതിയൊരു ഉയരവും പുതിയൊരു മേഖലയിലേക്ക് നിഫ്റ്റി മുന്നോട്ട് പോയി 12,000 റേഞ്ചിലേക്ക് പോകും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ കൂടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ ഇലക്ഷനിലെ റിസൾട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള പൊസിഷൻസും എല്ലാം വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവ് ഔട്ട്കം ആയിരിക്കും ഇലക്ഷൻ കഴിയുന്നതോടുകൂടി മാർക്കറ്റിൻ്റെ ഇങ്ങനെയുള്ള ഇത് ഒരു ജനറൽ ഇലക്ഷൻ എന്നുള്ളത് നമുക്കറിയാം. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1 ഇയർ കുറേയധികം വളരെ പേഷ്യൻസ് ഉള്ളവരാണ് നമ്മൾ പ്രോഫിറ്റ് കൂടുതൽ നേടിയിട്ടുള്ളത്. മറ്റുള്ള പലരും പോർട്ട്ഫോളിയോയിൽ കുറേയധികം സ്റ്റോക്സ് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ പൊസിഷൻസിൽ എല്ലാവരും പ്രോഫിറ്റോടുകൂടി എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എന്തായാലും നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ലഭിക്കും. പുതിയൊരു ഗവൺമെൻറ് വന്ന് ആ ഒരു സ്റ്റെബിലിറ്റി വരുന്നതോടുകൂടി നമുക്ക് ആ ഒരു ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റ് അൺസർട്ടനിറ്റി ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ഒരു ഗവൺമെൻറ് വന്നു, സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെൻറ് അടുത്തൊരു 5 ഇയേഴ്സിലേക്ക് ചാർജ് എടുത്തു എന്നുള്ളൊരു സെർട്ടനിറ്റി വരുമ്പോൾ തന്നെ മാർക്കറ്റിൻ്റെതായ കോഴ്സിൽ പോകാൻ തുടങ്ങും. അപ്പോൾ മാർക്കറ്റിൻ്റെ നല്ല സ്റ്റോക്കുകളിലെല്ലാം അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുകയും ബീറ്റ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്കുകളിലെല്ലാം കൂടുതൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അതെല്ലാം പ്രോഫിറ്റിലേക്ക് വരും. അപ്പോൾ അതിനുള്ളൊരു അവസരം നമുക്ക് എന്തായാലും ഒരു മെയ് ജൂൺ പീരീഡ് കഴിയുന്നതോടുകൂടി നമുക്ക് മാർക്കറ്റിൽ ലഭിക്കും. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ ഇനി അടുത്തതായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് ഒന്ന് നോക്കാം. നിഫ്റ്റി
കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. കാര്യമായിട്ടുള്ള ഒരു ഈ അപ്വേർഡ് ഡയറക്ഷൻ ശേഷമുള്ള ഒരു കൺസോളിഡേഷൻ പേസിലൂടെ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്നും മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 11,643 ലെവലിലാണ്. അവിടെ നിന്ന് മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് വരിക 11,467 അതിന് താഴെ 11,311 ലെവലിലായിരിക്കും സെക്കൻഡ് സപ്പോർട്ട് വരിക. നമുക്കറിയാം നിഫ്റ്റിയുടെ 200 DMA നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു പോയിന്റാണ് 10,968 എന്നുള്ളത്. ഈ ഒരു പോയിന്റിന് 200 DMAക്ക് അരികിൽ മുകളിലും താഴെയുമായിട്ടും കുറേ സമയം ഓൾമോസ്റ്റ് 2-3 മന്ത്സോളം മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയുണ്ടായി. അതിനുശേഷമുള്ള ബ്രേക്ക്ഔട്ട് ലഭിച്ച് അവിടെ നിന്ന് മുകളിലേക്ക് പോയപ്പോഴാണ് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് കടന്നതും അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ ഇത്ര ഹയർ ലെവൽസിൽ ട്രേഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് ഒരു ഇപ്പോഴും ഒരു 650 പോയിന്റ്സിൽ മുകളിലാണ് 200 DMAക്ക് മുകളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് പേസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ 100 DMA വരുന്നത് ഈ 200 DMAയുടെ വളരെ അടുത്ത് തന്നെ 10,978 അപ്പോൾ എന്തായാലും ഈ ഒരു പോയിന്റ് 10,968 എന്നുള്ളൊരു പോയിന്റ് എവിടെ എപ്പോഴൊരു ഷാർപ്പായിട്ടുള്ള കറക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവലായിട്ട് നമ്മൾക്ക് കീപ്പ് ചെയ്യണം, മൈൻഡിൽ കീപ്പ് ചെയ്യാം. ഈ ലെവലിന് താഴെ എപ്പോഴെങ്കിലും മാർക്കറ്റ് പോവുകയാണെങ്കിൽ മീഡിയം ടൈമിൽ നിഫ്റ്റിയുടെ ക്ലിയർ ഒരു സപ്പോർട്ട് ലഭിക്കുക 10,610 എന്നുള്ള ഒരു ലെവലിലായിരിക്കും. എന്തായാലും ഈ ഇപ്പോഴത്തെ ഫണ്ട് ഫ്ലോ കണ്ടിന്യൂ ചെയ്യുകയും മാർക്കറ്റ് പുതിയ ഹയർ ലെവൽസിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഒരു ന്യൂ ലൈഫ് ടൈം ഹൈ ആൻഡ് ഒരു ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് 12,210 എന്നുള്ള ലെവലാണ്. ഈ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടൊരു മൂവ്മെൻ്റ് ആയിരിക്കും. അത് നമ്മളിപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഒരു ഇവൻറ്റ് കഴിയുന്നതോടുകൂടി അത് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ ഇലക്ഷൻ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാതെ തന്നെ മാർക്കറ്റ് അവിടേക്ക് പോവുകയാണെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു റാലി ആയിരിക്കും അത്. ഇനി നമുക്ക് നെക്സ്റ്റ് നിഫ്റ്റിയുടെ ട്രേഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം. ലാസ്റ്റ് വീക്കിലൊരു ട്രേഡിംഗ് പാറ്റേൺ നമുക്ക് കാണാം. മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു ഡയറക്ഷൻലെസ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയിട്ടുള്ളത്. ജസ്റ്റ് നോക്കൂ, മൺഡേ നമുക്ക് കാണാം 11,604 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്. ജസ്റ്റ് 61 പോയിന്റ്സ് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നും ട്യൂസ്ഡേ വീണ്ടും ഒരു 67 പോയിന്റ്സ് ഉയർന്ന് 9th ഏപ്രിലിന് 67 പോയിന്റ്സ് ഉയർന്ന മാർക്കറ്റ്. പക്ഷേ നെക്സ്റ്റ് ഡേയിൽ 87 പോയിന്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം തേഴ്സ്ഡേയിൽ അന്ന് വീക്ക്ലി ഓപ്ഷൻസ് എക്സ്പയറി ഉള്ള ദിവസം വളരെ റേഞ്ച് ബൗണ്ടായിട്ട് ജസ്റ്റ് 12 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ 12th ഏപ്രിലിന് ആ സമയം 46 പോയിന്റ്സ് ഉയർന്നൊരു നല്ലൊരു ലെവലിലേക്ക് മാർക്കറ്റിന് തിരിച്ചു വന്ന് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിനി വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കാം. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് കാര്യമായിട്ടുള്ളൊരു സ്പൈക്കോട് കൂടി 20.99 ലെവലിലാണ് ഒന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള വീക്കിൽ 18.39 ആയിരുന്നു. നമുക്കറിയാം വൊളാറ്റിലിറ്റി ഇൻഡെക്സ് മാർക്കറ്റ് ഹൈ ലെവൽസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 15 ലെവലിലാണ് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 20ക്ക് മുകളിലേക്ക് പോയിരിക്കുന്നത് മാർക്കറ്റിൽ ഒരു ഹൈപ്പർ വൊളാറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യുന്ന സമയത്താണ് മാർക്കറ്റിൻ്റെ ഇങ്ങനെയുള്ള ഒരു വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇത്രയും ഹൈ ലെവൽസിലേക്ക് വരിക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് എന്തായാലും വൊളാറ്റിലിറ്റി കൂടും എന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള പൊസിഷൻസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വൊളാറ്റിലിറ്റി ഇൻഡെക്സിൻ്റെ ഒരു റീഡിംഗ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കറക്ഷൻ എന്ന നമുക്ക് ഇപ്പോഴത്തെ ഈ വിക്സിലുള്ള സ്പൈക്കിന് നമുക്കൊരു കറക്ഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പൊസിഷൻസ് ഉള്ളതുകൊണ്ടാണ് എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മാർക്കറ്റിലുണ്ടാകുന്ന ഷാർപ്പായിട്ടുള്ള താഴേക്കും മുകളിലേക്കുമുള്ള ഒരു വൊളാറ്റിലിറ്റി എന്തായാലും നമ്മൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യണം. ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടെ റിസ്കി ആയിട്ടുള്ള സമയമാണ്, അതുപോലെ തന്നെ റിവാർഡിംഗ് ആയിട്ടുള്ള സമയമായിരിക്കും. അതുകൊണ്ട് പക്ഷേ ആ സമയം നമ്മൾ റിസ്ക് കുറയ്ക്കാനായിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് ക്വാണ്ടിറ്റി മാറ്റുക എന്നുള്ള ഒരു ടെക്നിക്ക് കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. എന്തായാലും നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് റേഞ്ച് 11,311 അതുപോലെ 12,210 എന്നുള്ള ഒരു വൈഡായിട്ടുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് വീക്കിലും പ്രതീക്ഷിക്കാവുന്നത്. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്യാം.
നമ്മൾ കഴിഞ്ഞ വീക്കിൽ ലോക്സഭയിലേക്കുള്ള ഫസ്റ്റ് ഫേസിൻ്റെ ഇലക്ഷൻ കണ്ടിരുന്നു. അതിൽ 63% ഉള്ള ഒരു ടേൺ ഔട്ടാണ് ഉത്തർപ്രദേശിൽ കണ്ടത്. അതുപോലെ 53 പോയിൻറ്റ്സിൻ്റെ ബീഹാറിലും 58% ഉത്തരാഖണ്ഡിലും പോളാണ് നമ്മൾ ടേൺ ഔട്ട് കണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി ഓരോ ഫേസിലുള്ള ഇലക്ഷൻ നടക്കുകയാണ്. അത് തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന ഓരോ ഡെവലപ്മെൻറ്റ്സ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ്സിന് കാരണമാകും. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഈ Q4 റിസൾട്ട്സ് കുറേയധികം നല്ല കമ്പനീസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട കമ്പനീസിൽ അതിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് വിപ്രോ, ടാറ്റ സ്റ്റീൽ, റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, RBL ബാങ്ക്, ICICI ലൊംബാർഡ്, മൈൻട്രി എന്നീ കമ്പനികളൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന കമ്പനികൾ. ഈ കമ്പനീസിൽ ഒരുപക്ഷെ നമുക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും റിസൾട്ടിനോട് അനുബന്ധിച്ച് ലഭിക്കും. അതുപോലെ അടുത്ത നെക്സ്റ്റ് വീക്കിൽ നമുക്ക് പ്രധാനമായിട്ടുള്ള കീ ഇവൻറ്റ്സ്, April 15 ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഉണ്ട് മാർച്ചിൽ. അതുപോലെ ഇയർ ഓൺ ഇയർ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ ഫോർ മാർച്ച്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ്സ്. എന്തായാലും 2 ദിവസം ഹോളിഡേ വരുന്നതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഒരു മാർക്കറ്റിനും ഒരു ഹോളിഡേ മൂഡിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നമുക്ക് ഈ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻ എക്സ്പയറി എല്ലാം വരുന്ന ദിവസങ്ങളിൽ തേഴ്സ്ഡേ ആണ്. അതിന് മുന്നോടിയായിട്ട് വെഡ്നെസ്ഡേ ഹോളിഡേ വരുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് മൺഡേയും ട്യൂസ്ഡേ ആണ് എക്സ്പയറി ഡേക്ക് മുമ്പുള്ള ട്രേഡിങ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസിലെ പൊസിഷൻസ് ട്യൂസ്ഡേ തന്നെ ഓഫ് ചെയ്യാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. തേഴ്സ്ഡേയിൽ പൊസിഷൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ട്രേഡിങ് നെക്സ്റ്റ് വീക്കിലെ അടുത്ത വീക്കിലെ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കുറേ കൂടി സേഫായ മെത്തേഡായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ മാർച്ച് 31 ഞങ്ങളുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ആൻഡ്രോയിഡിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത്. ഞങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അതിന് മുന്നോടിയായിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾ SMS വഴിയായിരുന്നു പ്രധാനമായിട്ടും ക്ലയൻസിന് റെക്കമെൻഡേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വാട്സപ്പിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ രണ്ട് മെത്തേഡിനും ഉള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്കറിയാം ഈ SMS-ൻ്റെ ഡെലിവറി പലപ്പോഴും പ്രത്യേകിച്ച് ഈ മഴക്കാലത്തെല്ലാം വളരെ ഡിലേഡ് ആവാറുണ്ട് നമ്മുടെ എസ്പെഷ്യലി കേരളത്തിൽ. അതുപോലെ തന്നെ ഏതെങ്കിലും നെറ്റ്വർക്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് വളരെ ഡിലേ ആയിട്ടായിരിക്കും SMS കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വരുന്നത്, എപ്പോഴല്ല ചില സമയങ്ങളിൽ. അത് വളരെ വളരെ നമുക്കറിയാം, പ്രത്യേകിച്ചും ട്രേഡേഴ്സിന് വേണ്ട റെക്കമെൻഡേഷൻസൊക്കെ ഇങ്ങനെ ഡിലേ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടൈം വളരെ ക്രിട്ടിക്കലാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയുള്ള വേറൊരു പ്രോബ്ലം ആയിരുന്നു വാട്സപ്പ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻസിൽ. പലപ്പോഴും നമുക്കറിയാം വാട്സപ്പിലൂടെ ഇങ്ങനെ ഒരു മെസ്സേജസിൻ്റെ ഒരു കുത്തൊഴുക്കാണ്. അപ്പോൾ അതിനിടയിലൊരു റെക്കമെൻഡേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ വന്നാൽ പോലും നമ്മളൊരു പക്ഷേ കണ്ടില്ലെന്നിരിക്കും അല്ലേ. അത് തന്നെ പലപ്പോഴും നമ്മൾ വാട്സപ്പിൻ്റെ അലർട്ട് എല്ലാം സൈലൻ്റ് ആയിട്ട് തന്നെയാണ് പലപ്പോഴും കീപ്പ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഓഫീസ് ടൈമിലും അങ്ങനെയുള്ള വർക്കിംഗ് അവേഴ്സിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞങ്ങളുടെ ആപ്പ് ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ ആപ്പിന് പ്രത്യേകമായിട്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു അലർട്ട് സൗണ്ടും പെട്ടെന്ന് തന്നെ അത് ട്രിപ്പിൾ പ്രോഫിറ്റിൻ്റെ അലർട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ആക്ട് ചെയ്യാനും ക്വിക്കായിട്ട് ആക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള വളരെ നല്ലൊരു ആപ്പ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ശരിക്കും ആപ്പിലൂടെ കമ്മ്യൂണിക്കേഷൻസ് ഇപ്പോൾ നമ്മുടെ ഈ ആപ്പിനുള്ളൊരു ഗുണം നെറ്റ് എവിടെ അവൈലബിൾ ആണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞങ്ങളുടെ ക്ലയൻസ് US-ലാണെങ്കിലും UK-യിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും സിംഗപ്പൂരാണെങ്കിലും അല്ല GCC-യിലെ എല്ലാ കൺട്രീസിലാണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഡൽഹിയോ ബോംബെയോ എവിടെയാണെങ്കിലും ആപ്പിൽ ഇൻഫർമേഷൻ ഞങ്ങൾ ഇവിടുന്ന് പുഷ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ അതേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡെലിവറി അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ലഭിക്കാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം
ക്ലയൻറ്റിൻ്റെ സൈഡിലുള്ള നെറ്റ് കണക്ടിവിറ്റിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാറുള്ളൂ. അത് പക്ഷേ നമുക്കറിയാം ഇന്ന് ഇപ്പോൾ നെറ്റ് എല്ലാവരുടെയും അവൈലബിൾ ആണ്, വളരെ കോസ്റ്റ് വളരെ കുറഞ്ഞ രീതിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ആപ്പ് ആക്ച്വലി ആപ്പിലൂടെ മെസ്സേജസ് വരുന്നത് നമ്മുടെ ഒരു മൊബൈലിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മണി മേക്കിംഗ് മെഷീൻ എന്നുള്ളൊരു രീതിയിലേക്ക് ഞങ്ങളുടെ ആപ്പിലൂടെ ഞങ്ങൾക്ക് അത് അങ്ങനെ ഒരു രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ ക്ലയൻസിന് വേണ്ടി ഞങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും 1 year ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി നമ്മുടെ ആപ്പിൻ്റേത്. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ലോഞ്ച്, അതിനുശേഷം ഒരു 1 year കൊണ്ട് നമ്മൾ കുറച്ചധികം മോഡിഫിക്കേഷൻസോട് കൂടി ഞങ്ങൾ എങ്ങനെയാണ് അത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് നിങ്ങൾക്ക് ഒന്നൊരു ഡെമോ ആയിട്ട് കാണിച്ചു തരാം. നോക്കൂ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ കാണുന്ന ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ ആപ്പ് എങ്ങനെയാണ് നമ്മൾ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ക്രീൻഷോട്ടാണ് ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലും ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അത് കസ്റ്റമേഴ്സിന് മാത്രമല്ല, അല്ലാത്ത ജനറൽ ആയിട്ടുള്ള ക്ലയൻസിനും അതിൽ ഞങ്ങൾ അയക്കുന്ന മാർക്കറ്റ് അപ്ഡേറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പെർഫോമൻസ് റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ക്ലയൻസിന് മാത്രമല്ല, മറ്റ് ജനറൽ ആയിട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ നമുക്കറിയാം കുറേയധികം ഇൻഫോർമേഷൻസ് ആണ്, ആവശ്യമില്ലാത്ത കുറേയധികം ഇൻഫോർമേഷൻസ് വരുന്നത് കൊണ്ട് ഏതാണ് ആവശ്യമുള്ളത് ഏതാണ് റിലവൻ്റ് അല്ലാത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇഷ്യൂവിന് ഒരു സൊല്യൂഷനാണ് ഞങ്ങൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫോർമേഷൻ മാത്രമേ അതിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഒരു ജനറൽ ഇൻഫോർമേഷൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചിട്ടുള്ളത് RBI റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തൊരു ഇൻഫോർമേഷൻ മാത്രമേ ഞങ്ങൾ ക്ലയൻസിന് കൊടുത്തിട്ടുള്ളൂ. കാരണം അതാണ് റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫോർമേഷൻസ് തരിക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഞങ്ങളുടെ ആപ്പ് വഴി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആപ്പിലൂടെ ഞങ്ങളത് ആദ്യം പബ്ലിഷ് ചെയ്യുന്നതും ഞങ്ങളുടെ ആപ്പിലാണ്. അപ്പോൾ ആപ്പിൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള കുറേയധികം നോയ്സുകൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ മാർക്കറ്റിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെ മാറിക്കിട്ടും. വീക്കിലി ഉള്ളൊരു വീഡിയോ കാണുകയും അതുപോലെ ഞങ്ങൾ വരുന്ന ഇൻഫോർമേഷൻസും അതുപോലെ ഞങ്ങളുടെ പെയ്ഡ് ക്ലയൻസ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഞങ്ങൾ ലൈവായിട്ട് തരുന്ന റെക്കമെൻഡേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ ഈസിലി നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഞങ്ങൾ വീക്കിലി ഒരു റെക്കമെൻഡേഷൻ വരുന്ന സ്വിംഗ് ഡെലിവറി എന്നുള്ള മെത്തേഡിലൂടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വളരെ ഹാപ്പി ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് പോകുന്ന രീതിയിലേക്ക് നമുക്കതിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്ന റെക്കമെൻഡേഷൻസ് എങ്ങനെയാണ് ആപ്ലിക്കേഷൻസിൽ വരുന്നു എന്നുള്ളൊരു ഡെമോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മുകളിൽ നോക്കൂ, വോൾട്ടാസിൻ്റെ ഞങ്ങൾ താഴെ കാണുന്നത് ഞങ്ങൾ റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്നതാണ്. 23rd ജൂലൈയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന റെക്കമെൻഡേഷനാണ്. അത് വോൾട്ടാസിൽ പ്രോഫിറ്റ് 12% ബുക്ക് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ ആ മുകളിലുള്ള മെസ്സേജ് കാണുന്നത്. അതിന് താഴെ കാണുന്നതാണ് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്. നമ്മളത് ഒരു അപ്ഡേഷൻസും ഇതുപോലെയുള്ളത് നമ്മളൊരു റെക്കമെൻഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1155 പിഡിലൈറ്റ് റെക്കമെൻഡ് ചെയ്തതിന് ശേഷം അതിനൊരു അപ്ഡേഷൻ 1260 ലെവലിലും അതുപോലെ തന്നെ നമ്മൾ ആ ഫസ്റ്റ് ടാർഗറ്റിൽ മാത്രമേ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയുള്ളൂ. പക്ഷേ നിങ്ങൾക്കൊരു ഇൻറ്റിമേഷൻ ലഭിക്കും, ഈ സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ള ഒരു ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് അതുപോലെ ഇത് ആപ്പിലൂടെ ലഭിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ മതി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറായിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു സെൽ ഓർഡറിൽ ടാർഗറ്റിൽ തന്നെ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സും നമുക്ക് ലഭിക്കും. ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് മറ്റുള്ള ഒരു സ്റ്റോക്കിൻ്റെ ഒരു അപ്ഡേഷൻസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈലിൽ എന്ന സ്റ്റോക്കിൻ്റെ നമ്മൾ പ്രോഫിറ്റ് 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടുള്ള മെസ്സേജാണ് മുകളിൽ കാണുന്നത്. അതിന് താഴെ കാണുന്നതാണ് നമ്മൾ റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ നമുക്ക് കാണാം ക്യാൻഫിൻ ഹോമിൽ ഞങ്ങൾ 12% പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് നമുക്ക് ആപ്പിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആപ്പിലൂടെ ആക്ച്വലി പണമാണ് ഒഴുകി വരുന്നത് അല്ലേ. അപ്പോൾ ആ പ്രോഫിറ്റ് ഒരു സ്റ്റോക്ക് അവിടെ വാങ്ങി നമ്മളൊരു പ്രോഫിറ്റ് 12% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 1 lakhന് സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം 12% അല്ലെങ്കിൽ ഒരു 13% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 12,000 അല്ലെങ്കിൽ 13,000 പ്രോഫിറ്റാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്പ് ആക്ച്വലി ഒരു പണം ഒഴുകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാനും നമ്മളവിടെ പറയുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക്
നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാനുള്ള ഒരു വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കുറേയധികം ഇൻഫർമേഷൻസും ഉണ്ട്. അതുപോലെ തന്നെ പെയ്ഡ് ക്ലയൻസിന് ഉപയോഗിക്കാവുന്ന കുറേയധികം ഇൻഫർമേഷൻസും അവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതൊരു ഞങ്ങളുടെ ട്രേഡിംഗ് റെക്കമെൻഡേഷൻസ് ആപ്പിലൂടെ വരുന്നത്. ഇപ്പോൾ ട്രേഡേഴ്സിന് ലഭിക്കുന്ന റെക്കമെൻഡേഷൻസ് എങ്ങനെയുള്ളതാണ്. ഇപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചറിനെ ഞങ്ങൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ ബുക്ക് ചെയ്തിരുന്ന ഒരു റെക്കമെൻഡേഷനാണ്. നമുക്ക് കാണാം 11,651 പൊസിഷൻസ് എൻ്റർ ചെയ്തതിന് ശേഷം സെക്കൻഡ് ടാർഗറ്റിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് 11,710 അത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലെ പൊസിഷൻ ബുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻസ് 11,600 കോൾ ഓപ്ഷൻ 73 എടുത്തതിന് ശേഷം 105 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന മെസ്സേജാണ് ആപ്ലിക്കേഷനിൽ വരുന്നത്. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷനിൽ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് മെസ്സേജസ് വരുന്നതുകൊണ്ട് നമുക്ക് നിഫ്റ്റി ഓപ്ഷൻസും ഒക്കെ നമുക്ക് അറിയാം, പെട്ടെന്ന് തന്നെ പൊസിഷൻസ് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അലർട്ടായിട്ട് മൊബൈലിലേക്ക് ആ മെസ്സേജ് വരികയും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അവസരമൊക്കെ നമുക്ക് ഈ ആപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിലേ എന്നുള്ളൊരു കാര്യം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി നമുക്കത് പറ്റില്ല. അതേസമയം ഒരു എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് വരിക, വളരെ കുറേയധികം ഇൻഫർമേഷൻസ് വന്നാൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും അല്ലേ. അതുകൊണ്ട് തന്നെയാണ് വീക്കിലി ഒരു റെക്കമെൻഡേഷൻ നമ്മൾ സ്വിംഗ് ഡെലിവറി എന്നുള്ള മെത്തേഡിൽ തരുന്നതും അതിനുശേഷം അതിൻ്റെ അപ്ഡേഷൻസ് അല്ലാതെ മറ്റു മെസ്സേജസ് ഒന്നും നമ്മൾ തന്നെ വീക്കിൽ അയക്കുന്നില്ല. മറ്റുള്ള റെക്കമെൻഡേഷൻസ് ഏതെങ്കിലും കോടി വരുമ്പോൾ നമ്മളതിന് അലർട്ട് തരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇൻറ്റിമേഷനും നമുക്കൊരു 5% അല്ലെങ്കിൽ ഒരു 8% ഒക്കെ ആകുമ്പോഴുള്ള ആ ഒരു ഇൻറ്റിമേഷനും അതിനുശേഷം നമ്മൾ അതിനകത്ത് ഹോൾഡ് ചെയ്യണോ അത് നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഓപ്ഷൻസ് അങ്ങനെയുള്ള അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് അലർട്ട് ചെയ്യും. ക്ലയൻറ്റ് മാക്സിമം ഡിസ്റ്റർബ്ഡ് ആവാത്ത രീതിയിൽ നമ്മുടെ പല ക്ലയൻസും വളരെ റിച്ച് ആയിട്ടുള്ളവരും വളരെ ബിസി ആയിട്ടുള്ള ബിസിനസ് ഷെഡ്യൂളും അല്ലെങ്കിൽ ജോലിയിലും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറവ് സമയം മാർക്കറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ മെത്തേഡിലൂടെ തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സംബന്ധിച്ചിടത്തോളം ഈ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഈ ഞങ്ങൾ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നോർമലി എല്ലാ വ്യാഴാഴ്ചയും ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ എക്സ്പയറി ഉണ്ട്. വീക്ക്ലി ഓപ്ഷൻ എക്സ്പയറിയുടെ അന്ന് നമ്മൾ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ റൈറ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ച 11th ഏപ്രിലിന് 29,800 കോൾ ഓപ്ഷനാണ് ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ റൈറ്റ് ചെയ്തിരുന്നത്. 60ക്ക് റൈറ്റ് ചെയ്തതിന് ശേഷം വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് വലിയ കാര്യമായിട്ടുള്ളൊരു ഫ്ലക്ച്വേഷനൊന്നും ഇല്ലാതെ തന്നെ കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് കറക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. 1 എന്നുള്ള ടാർഗറ്റിൽ, അതായത് 59 റുപ്പിയും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ റൈറ്റിംഗിൽ ഞങ്ങൾക്ക് സാധിച്ചു. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ റൈറ്റിംഗ് എല്ലാ തേഴ്സ്ഡേയും നമ്മൾ വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ റൈറ്റിംഗ് ആണ്. ഒരു പക്ഷേ നമ്മൾക്ക് ഈ ഓപ്ഷൻ റൈറ്റിങ്ങിൻ്റെ അതായിട്ടുള്ളൊരു സർവീസ് ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് മറ്റ് പലയിടത്തും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ റൈറ്റിംഗ് എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് വളരെ നല്ല പ്രോഫിറ്റ് തരുന്ന ഓൾമോസ്റ്റ് 95% അധികം ആക്യുറസിയോടുകൂടി നമ്മൾക്ക് മാർക്കറ്റിൻ്റെ എക്സ്പയറിയുടെ അന്ന് ഓപ്ഷൻ്റെ എക്സ്പയറിയുടെ അന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്രേഡിംഗ് റെക്കമെൻഡേഷൻ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ റൈറ്റിന് കുറച്ച് മാർജിൻ കൂടുതൽ ആവശ്യമാണ് എങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 12:30ക്കും 1 o'clockനും ഇടയിലാണ് നമ്മൾ ഈ ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് 2:30 അല്ലെങ്കിൽ ഒരു 3 o'clockന് മുന്നോടിയായിട്ട് നമുക്ക് ഈ പ്രോഫിറ്റും ബുക്ക് ചെയ്യാനും സാധിക്കും. അത് വളരെ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ ഓപ്ഷൻ റൈറ്റിങ്ങിൽ നമ്മുടെ അടുത്തുനിന്ന് ആരെങ്കിലും ഒക്കെ ഈ പാക്കേജ് അതിന് നോർമൽ ആൾക്കാർ അത് ചോദിക്കാറില്ലെങ്കിലും ഈ ഓപ്ഷൻ റൈറ്റിങ്ങിൽ വരുന്ന എല്ലാവരും നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു സക്സസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കുകൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മിക്ക ബ്രോക്കേഴ്സും ആ ഹോൾഡിങ്ങിന് അഗേൻസ്റ്റ് നമുക്ക് ഓപ്ഷൻ റൈറ്റിങ്ങിനുള്ള മാർജിൻ തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ റൈറ്റിങ്ങിലൂടെ ഒരു 5,000 or 10,000 റുപ്പീസിൻ്റെയൊക്കെ ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് ഓപ്ഷൻ റൈറ്റിംഗ്, ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ റൈറ്റിംഗ്. പക്ഷേ നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റിംഗ് എല്ലാ തേഴ്സ്ഡേ ഉണ്ടെങ്കിലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മാർജിൻ ബാങ്ക് നിഫ്റ്റി 20 ആണ് ലോട്ട് വരുന്നത്, നിഫ്റ്റിയുടെ ഓപ്ഷൻ വരുന്നത് 75 ആണ്. അപ്പോൾ അതിലിപ്പോഴും ഒരു കൃത്യമായിട്ടൊരു പാറ്റേൺ ലഭിക്കാതിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോഴും നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റിംഗ് പ്രാക്ടിക്കലി
പ്രാക്ടിക്കലി നമ്മൾ ഇപ്പോഴും ഒരു നമ്മളൊരു ബുക്ക് ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ പ്രാക്ടിക്കലി നമ്മളിപ്പോഴും ഒരു നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റിംഗ് നമ്മൾ ചെയ്യുന്നില്ല. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റിംഗ് നമ്മൾ ഇപ്പോൾ മാസങ്ങളായിട്ട് നമ്മൾ കുറേയധികം അന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ ഏറ്റവും കോറായിട്ടുള്ളൊരു സർവീസാണ് ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി എന്നുള്ളത്. ആ സ്വിംഗ് ഡെലിവറി നമുക്കറിയാം കഴിഞ്ഞ മാർക്കറ്റിൻ്റെ ഒരു 10,000-ൽ നിന്നൊരു 11,760 വരെയുള്ള ആ ഒരു മൂവ്മെൻറ്റിൽ കുറേയധികം സ്റ്റോക്കുകൾ നമുക്ക് എടുക്കാനും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കുകയുണ്ടായി. നമുക്ക് ഇപ്പോൾ കാണുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ സ്വിംഗ് ഡെലിവറിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നത്. നമുക്ക് ഓരോ മാർക്കറ്റ് കണ്ടീഷൻസിൽ എസ്പെഷ്യലി കഴിഞ്ഞ 6 monthsൽ നമുക്കറിയാം മിഡ് ക്യാപ് സ്റ്റോക്സിലെല്ലാം കാര്യമായിട്ടുള്ളൊരു കറക്ഷൻ നടന്നപ്പോൾ നല്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ കുറേയധികം ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ കാണുന്ന ബാറ്റ ഇന്ത്യ, യെസ് ബാങ്ക്, ബർജർ പെയിൻറ്റ്, വി ഗാർഡ്, ബജാജ് ഇലക്ട്രിക്കൽസ്, കജാരിയ സിറാമിക്സ്, ശക്തി പമ്പ്, ലാൽപത്ത് ലാബ്, സുപ്രീം ഇൻഡസ്ട്രീസ്, MHRIL, ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ, വി ഗാർഡ്, അതുപോലെ അഡാനി പോർട്ട്, ഇപ്ക ലാബ്, കൈൻഫിൻ ഹോം, ഇങ്ങനെയുള്ള കുറേ നല്ല സ്റ്റോക്കുകളിൽ നമ്മളത് വളരെ സയൻറ്റിഫിക്കായിട്ട് സെലക്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 6 മാസത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് 5 years പുതിയൊരു ഗവൺമെൻറ് ഫോം ചെയ്ത് വരുന്നതോടുകൂടി വളരെ നല്ല മാർക്കറ്റ് കണ്ടീഷൻസ് ആയിരിക്കും, എസ്പെഷ്യലി ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള മിഡ് ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ. അപ്പോൾ അവിടെയും സ്റ്റോക്ക് പിക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സ്റ്റോക്ക് പിക്കിംഗ് എന്നുള്ളൊരു കാര്യത്തിന് നമ്മളെപ്പോഴും ഒരു പ്രൊഫഷണൽ സർവീസിനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ആക്യുറസി അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ അതിൽ ലഭിക്കുകയുള്ളൂ. അവിടെ നമ്മൾ മടി കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും നമുക്കറിയാമല്ലേ, നമുക്കൊരു സ്റ്റോക്ക് വാങ്ങാനോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനോ അതുപോലെ ആ സ്റ്റോക്കിനെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനോ ഒക്കെ നമുക്കറിയാം. പക്ഷേ ആ സ്റ്റോക്ക് പിക്കിംഗ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റെന്തറിഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റോക്ക് പിക്കിങ്ങിന് ഒരു പ്രൊഫഷണൽ സപ്പോർട്ടോട് കൂടി നമ്മൾ ഹാർഡ് ഏൺഡ് മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ സക്സസ് നമുക്ക് സക്സസ് മാത്രമല്ല നമ്മുടെ ടെൻഷൻസ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു സ്റ്റോക്കിനെ നമ്മൾ എവിടെയെങ്കിലും വാങ്ങുന്നതിന് മുമ്പ് പല രീതിയിലുള്ള അനാലിസിസ് ദിവസങ്ങളോളം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ വർക്കിനെ പോലും എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്യും. അതിനുശേഷം ഒരു സ്റ്റോക്ക് നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ഒന്ന് കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ പോവുകയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടും ദിവസങ്ങളും മാസങ്ങളും സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് വളരെ ചെറിയൊരു ഫീസ് കൊടുത്തുകൊണ്ട് ഒരു അഡ്വൈസറി സർവീസ് എടുക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി എന്നുള്ളൊരു റെക്കമെൻഡേഷൻ അതിനുള്ളൊരു സൊല്യൂഷനാണ്. അതുപോലെ നമുക്കിനി നെക്സ്റ്റ് ആയിട്ട് നോക്കാവുന്ന ഒരു SL പ്രോപാക്ക് എന്നുള്ളൊരു സ്റ്റോക്കിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ സ്റ്റോക്ക് പാക്കേജിങ് ഇൻഡസ്ട്രിയിലുള്ളൊരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ടെക്നിക്കൽ ബ്രേക്കൗട്ടോട് കൂടി നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കും. ഒരു ബ്രേക്കൗട്ടോട് കൂടി സ്റ്റോക്ക് 150 ലെവലിൽ നിന്ന് കറക്റ്റ് ചെയ്തതാണ് കഴിഞ്ഞ മിഡ് ക്യാപ് കറക്ഷനിൽ. അതിനുശേഷം ഇപ്പോൾ ഒരു 128 വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്കിന് ഒരു വളരെ നല്ലൊരു റിസൾട്ടുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന് നെക്സ്റ്റ് ഒരു 128 ലെവലിൽ നിന്നുള്ളൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 140 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് ഏർണിംഗ്സ് പെർ ഷെയർ 5.87 ആണ്. അതുപോലെ കൺസോളിഡേറ്റഡ് PE വരുന്നത് 21.92 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 3.24 ആണ് വരുന്നത്. SL പ്രോപാക്ക് എന്നുള്ള SL പാക്ക് എന്നാണ് ഈ സ്റ്റോക്കിൻ്റെ NSEയുടെ ട്രേഡിംഗ് സിമ്പിൾ. ഈ പാക്കേജിങ് ഇൻഡസ്ട്രിയിൽ SL പ്രോപാക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ടാർഗറ്റ് 140 ആണ്. അടുത്തായി നമുക്ക് ഇനി നെക്സ്റ്റ് വീക്കിലെ ട്രേഡിങ്ങിനുള്ള ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകളെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ടാറ്റ മോട്ടോഴ്സ്, ഒബ്രോയ് റിയാലിറ്റി, വിപ്രോ, അപ്പോളോ ഹോസ്പിറ്റൽ, മണപ്പുരം ഫിനാൻസ്, ഡോക്ടർ റെഡ്ഡി, ഡിവിസ് ലാബ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ ബാറ്റ ഇന്ത്യ എന്ന സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല. ഞങ്ങളുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് എന്നുള്ള ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. താങ്ക് യു.